നമസ്കാരം. വാഴ എന്ന ചിത്രത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഈ മൂവി ഒരു 5 കൂട്ടുകാരുടെ കഥയാണ് പ്രധാനമായിട്ടും പറയുന്നത്. കുഞ്ഞിലെ സ്കൂളിംഗ് മുതൽക്ക് അവർ കോളേജ് ലൈഫൊക്കെ കഴിയുന്നവരെ ജീവിതത്തിലെ ഓരോ ഘട്ടത്തിലും അവർക്ക് നടന്നിട്ടുള്ള സംഭവങ്ങളാണ് ഒരു ഫണ്ണി എലമെൻറ്റോടുകൂടി നമ്മൾ മുമ്പിലേക്ക് പ്രസൻറ്റ് ചെയ്യുന്നത്. മൊത്തത്തിൽ സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ഹാഫ് മുഴുവനെന്ന് പറയുന്നത് ഇവരുടെ ഈ 5 പേർ തമ്മിൽ പരസ്പരം എങ്ങനെ പരിചയപ്പെടും എന്നുള്ളത് കാണിക്കുന്നു. ഇവന്മാർ ഓരോ പ്രശ്നം ഉണ്ടാക്കുമ്പോഴത്തേക്കും അതിൽ പാരൻസിനെ വിളിച്ച് അവരുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും പിന്നെ ഇവരെ പിരിക്കാൻ നോക്കുന്നു. ഇവർ ഒരുമിച്ച് കൂടുമ്പോഴാണല്ലോ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഇവർ പരസ്പരം കാണണ്ട, ഇവരൊരുമിച്ച് പഠിക്കണം എന്നുള്ള ലെവലിലോട്ട് പാരൻസ് അവരെ പിരിക്കാൻ നോക്കുന്നു. വീണ്ടും ഇവർ ഒന്നിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള കുറേ വിഷയങ്ങളൊക്കെ ആയിട്ട് കഥ എങ്ങനെ മുന്നോട്ട് പോയി ഫസ്റ്റ് ഹാഫൊക്കെ ഏകദേശം അങ്ങ് തീരുമാനമാവും. തമിഴ് സിനിമയിൽ ഡോൺ എന്ന് പറഞ്ഞിട്ടൊരു സിനിമയാണ് ശിവകാർത്തികേയൻ അഭിനയിച്ചത്. ആ സിനിമ ഏതാണ്ട് ഇതുപോലൊക്കെ തന്നെയാണ്. കോളേജ് ലൈഫിൽ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നു. അതിൻ്റെ ഫസ്റ്റ് ഹാഫ് എന്നൊക്കെ പറഞ്ഞാൽ കുറേ ഇങ്ങനെ കാര്യങ്ങളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കും, ഒരു ബന്ധമില്ലാതെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. പറയത്തക്ക കഥയൊന്നുമില്ല. കുറേ ചളു സീൻസ് ഉണ്ട്, കുറച്ച് ചിരിക്കാനുള്ളതൊക്കെ ഉണ്ട്. അതങ്ങനെ പോയി ക്ലൈമാക്സ് എത്തുമ്പോഴത്തേക്കും അച്ഛൻ പാസമുണ്ട്. അച്ഛനുമായിട്ടുള്ളൊരു ആത്മബന്ധം, അവരുടെ ഒരു കണക്ഷൻ ഭയങ്കരമായിട്ട് കയറിയും കൊളുത്തും. ആ ഒരു കൊളുത്താണ് ആ പടത്തിനെ ഭയങ്കര ഒരു ഹിറ്റാക്കി മാറ്റിയത്. ആ സമയത്ത് 100 crore ക്ലബിലൊക്കെ കയറിയ ഭയങ്കര ഹിറ്റായൊരു പടമാണ് ഡോൺ. അപ്പോൾ അതുപോലെ ഈ സിനിമയിലേക്ക് വരുമ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ കുറേ പിള്ളേരുടെ കുറേ സംഭവങ്ങളൊക്കെ കണ്ട് അങ്ങനെ പോയി അവസാനത്തെ ഒരു 30 മിനിറ്റോളം വരുന്നൊരു സംഭവമുണ്ട്. ആ ഒരു സിറ്റുവേഷൻ, അതായത് നമ്മുടെ ജീവിതത്തിലെ ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് അത് ഹാൻഡിൽ ചെയ്തിരിക്കുന്നതും അത് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നതൊക്കെ നല്ല രസമാണ്. അത് ഇമോഷണലി ഒരു പ്രേക്ഷകന് കണക്ഷൻ തരുന്നുണ്ട്. ആ കണക്ഷനാണ് സിനിമ കഴിഞ്ഞ് പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോഴത്തേക്കും ഈ പടം ഭയങ്കര ഒരു സന്തോഷം നമുക്ക് തരുന്നത്. അപ്പോൾ നമ്മുടെ ലൈഫിൽ നമ്മൾ കടന്നുപോയ പല ഭാഗങ്ങളും എവിടെയെങ്കിലുമൊക്കെ നമുക്ക് സിനിമ കാണുമ്പം മൈൻഡിലേക്ക് വരും. പഠിക്കാൻ വിട്ട കാലത്ത് പഠിക്കണമെന്നൊക്കെ പറയില്ലേ, പഠിച്ചില്ലെങ്കിൽ നശിച്ചു പോകുമെന്നൊക്കെ പറയുന്ന ഒരു ഘട്ടമുണ്ട്, അത് കാണിക്കുന്നുണ്ട്. ഈ 5 പിള്ളേർ വളരെ പഠിത്തമൊന്നുമില്ല, എന്നാൽ പഠിക്കുന്നൊരു പയ്യനെ അതിനകത്ത് കാണിക്കുന്നുണ്ട്. അവൻ പഠിച്ച് റാങ്കൊക്കെ മേടിച്ച് ഭയങ്കരമായിട്ട് ജോലിയൊക്കെ കിട്ടി വെൽ സെറ്റിലാവും. ഈ പിള്ളേർ അതേസമയവും സപ്ലിയൊക്കെ എഴുതി തോറ്റ് നാട്ടുകാരുടെ മുമ്പിൽ നാണം കെട്ട്, ഫാമിലിക്ക് മുമ്പിൽ നാണം കെട്ട്, അങ്ങനെ ഒരു ലൈഫ് മുന്നോട്ട് പോവുകയാണ്. അപ്പം നന്നായിട്ട് പഠിച്ച് നല്ല ജോലി വാങ്ങിച്ച ഫാമിലി, അവരുടെ അച്ഛൻ അഭിമാനം കൊള്ളുന്നു. അതേസമയം മോശമായിട്ട് പഠിച്ച് ഒന്നും ആവാതെ പോകുന്ന കുറേ നമ്മളെ 5 പേര്, അവരുടെ മാതാപിതാക്കൾ അനുഭവിക്കുന്ന വിഷമങ്ങൾ, കളിയാക്കലുകൾ, ഇതൊക്കെ ഒരു സ്ഥലത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയങ്ങളിൽ കുടുംബത്തിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ, ഒരു മോറൽ സപ്പോർട്ട് എങ്ങനെ ഉണ്ടാകണം, ഇത്തരം വിഷയങ്ങളൊക്കെയാണ് സംസാരിച്ചാണ് പടം ഏകദേശം ക്ലൈമാക്സിനോട് അടുപ്പിക്കുന്നത്. അതായത് സിനിമയിൽ നിലവിൽ ഞാൻ പറഞ്ഞ 5 വാഴകളുടെ കാര്യം കഴിഞ്ഞു. ഇനി പുതിയൊരു 4-5 വാഴകളുടെ കഥയാണ് പറയാൻ പോകുന്നതെന്ന് പറഞ്ഞൊരു സെക്കൻഡ് പാർട്ട് ലീഡൊക്കെ തന്നാണ് സിനിമ അവസാനിപ്പിക്കുന്നത്. അപ്പോൾ വാഴ എന്ന് പറഞ്ഞ സിനിമ മൊത്തത്തിൽ കുറേ പിള്ളേർക്ക്, ന്യൂജൻ പിള്ളേർക്ക് മാത്രം കാണാനുള്ള സിനിമയല്ല, അവരുടെ അച്ഛനമ്മമാർക്കും കൂടി കാണേണ്ട ഒരു സിനിമയായിട്ടാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അച്ഛനമ്മമാർക്ക് വേണ്ടിയിട്ട് പറയുന്ന ഒരു പോർഷൻസാണ് ക്ലൈമാക്സിനോട് അടുപ്പിച്ച് വരുന്നത്. അതൊക്കെ എല്ലാ മാതാപിതാക്കളും കാണണം എന്നൊരു അഭ്യർത്ഥനയുണ്ട്. അപ്പോൾ ഓവറോൾ പടം നൈസായിട്ടുണ്ട്, എനിക്ക് പടം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം എനിക്ക് പറയേണ്ടത്, ഒരുപാട് യങ് ടാലൻസിനെ നമുക്ക് സിനിമയിൽ കാണാൻ കഴിയും. കുറേ പേരൊക്കെ നമുക്ക് ഫെമിലിയറായ ഫേസസ് ആണ്, പലർക്കും പേര് പോലും അറിയില്ലായിരിക്കും, എങ്കിലും നമുക്ക് എല്ലാവരും ഫെമിലിയറായ ഫേസസ് ഒരുപാട് പേരുണ്ട്. നമ്മൾ നിരന്തരം റീൽസിലും യൂട്യൂബിലും ഒക്കെ കാണുന്ന ഒത്തിരി പിള്ളേർ സിനിമയിൽ വന്നിട്ടുണ്ട്. ഒരുപാട് സന്തോഷം തരുന്ന കാര്യമാണ്. കാരണം ഒരു കാലഘട്ടത്തിൽ സിനിമയുടെ ഓഡിഷൻ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുമ്പോഴത്തേക്കും ഈ റീൽസ്, ഡസ് മാഷ് ഇതൊന്നും അയക്കണ്ട, ഒരുമാതിരി പുച്ഛമായിരുന്നു കുറേ ആൾക്കാർക്ക്. റീൽസ് ഒന്നും ചെയ്യേണ്ട, അല്ലാതുള്ള സാധനം അയക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പ്രത്യേകം എഴുതി വയ്ക്കും. റീൽസും ഡസ് മാഷൊന്നും സ്വീകരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് എഴുതി വയ്ക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ ഇപ്പോൾ അടുപ്പിച്ചിറങ്ങിയ കുറേ സിനിമകൾ നോക്കി അതിനകത്തൊക്കെ ഉള്ളത് റീൽസിലൂടെയും ഒക്കെ വന്ന് അത്യാവശ്യം ഫേസ് ഫെമിലിയർ ആയിട്ടുള്ള പിള്ളേരൊക്കെയാണ്. അപ്പോൾ അത് കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം ഈ ഫെമിലിയർ അല്ലാതെ റീൽസോ ഡസ്മാഷോ ആ സമയത്തൊക്കെയുള്ള പരിപാടിയൊക്കെ ചെയ്ത് ഹൈലി ടാലൻ്റ് ആയിട്ടുള്ള ഒത്തിരി പേരുണ്ട്. പക്ഷെ അവർക്കൊന്നും ഒത്തിരി റീച്ച് കിട്ടാത്തതുകൊണ്ടാണ് ഈ സിനിമ പോലുള്ള സാധനത്തിലൂടെ എത്തിപ്പറ്റാതെ പോയത്. വരും വർഷങ്ങളിൽ അത്തരം ഒരുപാട് ടാലൻസിനെ റീൽസും അങ്ങനെയുള്ള പരിപാടികളിലൂടെയൊക്കെ കണ്ടെത്താൻ സാധിക്കട്ടെ, അവർക്ക് അവസരം കിട്ടട്ടെ. വന്നവരാരും മോശമാക്കിയിട്ടില്ല, എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ എനിക്ക് പറയാനുള്ളൂ. ഓവറോൾ പടം കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണ്, ബോറിംഗ് ഒന്നുമില്ല. അടുത്തുള്ള തിയേറ്ററിൽ സിനിമയുണ്ട്, കാണുക.